ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ജനുവരി 23 വെള്ളിയാഴ്ച ആഘോഷിക്കുന്ന വസന്ത പഞ്ചമിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വസന്തകാലത്തിൻ്റെ വരവിനറിയുന്ന ഈ ദിനം വിദ്യയുടെയും കലയുടെയും ദേവിയായ സരസ്വതി ദേവിക്കായി സമർപ്പിക്കുന്നു. സംഗീതം, കല എന്നിവയുടെ ദേവിയായ സരസ്വതി ജനിച്ച ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഈ ദിവസം വിദ്യാർത്ഥികളും കലാകാരന്മാരും സരസ്വതി ദേവിയെ പ്രത്യേകമായി ആരാധിക്കുന്നു. വസന്ത പഞ്ചമിയിൽ മഞ്ഞ നിറത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രകൃതിയിൽ കടുകചെടികൾ മഞ്ഞപ്പൂക്കൾ ചൂടി നിൽക്കുന്ന സമയമാണിത്. ആളുകൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും സരസ്വതി ദേവിക്ക് മഞ്ഞപ്പൂക്കൾ, മഞ്ഞ നിറത്തിലുള്ള മധുര പലഹാരങ്ങളും അർപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കുട്ടികൾക്ക് ആദ്യമായി അക്ഷരം കുറിക്കാനും പുതിയ വിദ്യകൾ പഠിച്ചു തുടങ്ങാനും ഏറ്റവും ഉചിതമായ ദിവസമായാണ് ഇതിനെ കണക്കാക്കുന്നത്. തണുപ്പുകാലം കഴിഞ്ഞ് പ്രകൃതി പൂത്തുലയുന്ന വസന്തകാലത്തിന് ഈ ദിവസത്തോട് തുടക്കമാകുന്നു. രാവിലെ കുളിച്ച് ശുദ്ധമായി മഞ്ഞ വസ്ത്രം ധരിക്കുക. ക്ഷേത്ര ദർശനം നടത്തി സരസ്വതി ദേവിയുടെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ മഞ്ഞപ്പൂക്കൾ അർപ്പിക്കുക. പുസ്തകങ്ങൾ, പേന, സംഗീതോപകരണങ്ങൾ എന്നിവ ദേവിക്ക് മുന്നിൽ വെച്ച് അനുഗ്രഹം തേടുക. എല്ലാ കുട്ടികൾക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വസന്ത പഞ്ചമി ആശംസകൾ നേരുന്നു.